ഹായ് ഗൈസ്, ഇപ്പോഴാണ് എനിക്കൊരു ബോധോദയം ഉണ്ടായത്. ഞാൻ ഉച്ചയായപ്പോൾ വിചാരിച്ചതാണ് ഇന്ന് ഡിന്നർ നേരത്തെ കുക്ക് ചെയ്യണം. ഇന്ന് എൻ്റെ അമ്മയുടെ റെസിപ്പി ഉണ്ട്, വറുത്തരച്ച കടലക്കറിയും പുട്ടും ഉണ്ടാക്കണമെന്ന്. ഉച്ച കഴിഞ്ഞ് ഉറക്കം എഴുന്നേൽക്കുമ്പോൾ കുക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അവളുടെ കൂടെ കിടന്നിട്ട് ഞാൻ എഴുന്നേൽക്കണത് 7:30 ആയപ്പോഴാണ്. കാര്യം ഇന്നലെ കുഞ്ഞ് 4 മണിക്കാണ് കിടന്നതേ. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും പിന്നെ ഞാൻ അപ്പോഴേട്ടിനെ ഏൽപ്പിച്ചിട്ട് കുക്ക് ചെയ്യാനായിട്ട് കയറാൻ നേരത്ത് കുട്ടികളൊക്കെ വന്നായിരുന്നു. പിന്നെ അവരെല്ലാം ഒന്ന് സെറ്റിലാക്കിയിട്ട് ഞാൻ കുക്ക് ചെയ്യാനായിട്ട് കയറി. വറുത്തരച്ച കടലക്കറി ഉണ്ടാക്കാനായിട്ട് കുക്കറിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇട്ടു, അതേപോലെ പച്ചമുളക്, പിന്നെ ഇഞ്ചി, പിന്നെ വന്നിട്ട് അതിലേക്ക് ചെറിയ ഉള്ളിയാണ് ചേർക്കണം. സവാള ഒരെണ്ണം ചേർക്കണമെങ്കിൽ അത് മതി. എനിക്ക് ടേസ്റ്റ് നിൽക്കേണ്ട കൊണ്ട് ഞാൻ ചെറിയ ഉള്ളി ചേർക്കണേ. ചെറിയ ഉള്ളി, പിന്നെ ഞാൻ കുതിർത്ത് വെച്ച കടല, ഞാനിത് 10-12 മണിക്കൂറോളം സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് 1 കപ്പ് വെള്ളം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് അതൊന്ന് ഇളക്കിയിട്ട് അടച്ചു വയ്ക്കുന്നുണ്ട്. അടച്ചു വെച്ചിട്ട് 7-8 വിസിൽ വരുന്ന വരെ ഞാൻ വെയിറ്റ് ചെയ്തു. അതേ സമയം തന്നെ ഞാൻ പാൻ ചൂടാക്കി അതിലേക്ക് പട്ട അതേപോലെ തന്നെ കുരുമുളക്, കുറച്ച് പെരിഞ്ജീരകം ഇതിട്ട് തേങ്ങയിട്ട് കുറച്ച് ചെറിയ ഉള്ളി, ഇത്രയും സാധനം മാത്രമായിട്ട് നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആവണ വരെ നന്നായിട്ട് മൂപ്പിക്കണം. ഇത് മൂപ്പിക്കാൻ നേരത്ത് നല്ലൊരു മണം വരും, അടിപൊളിയാണ്. ഈ വറുത്തരച്ച് കറി വയ്ക്കുന്ന എല്ലാവർക്കും വന്നിട്ട് മനസ്സിലാവും. ഇത് ഫുള്ള് മണമായിരിക്കും. പക്ഷെ അപ്പാർട്ട്മെൻറ്റിലായതുകൊണ്ട് ഭയങ്കര സഫക്കേഷനായിരിക്കും, ചുമയ്ക്കും. പിന്നെ എക്സോസൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ചെയ്യണേ. അപ്പോഴത്തേക്കും നമ്മുടെ കുട്ടികളൊക്കെ വന്നിട്ട് മെല്ലെ വേണ്ട കിച്ചണിലേക്ക് വന്നിട്ട് കഥ പറയാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കിപ്പോൾ ഈ തണുപ്പ് കൂടുതലായതുകൊണ്ട് ഇപ്പോൾ ഇവിടെ കാലിൽ മസിൽ കയറും. അപ്പോൾ ഞാൻ വന്നിട്ട് നേരെ മേലെ കയറി ഇരുന്നിട്ടായിരുന്നു പിന്നെ പരിപാടി. പിന്നെ കുട്ടികളായി അവരുടെ സ്കൂളിലെ കാര്യങ്ങൾ പറച്ചിലായി, കഥയൊക്കെ ആയി. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും പിന്നെ വിസിൽ വരാൻ തുടങ്ങി. വിസിൽ ഒരു 7-8, നോർമലി വന്നിട്ട് 4-5 വന്നു. ഞാൻ 8, 9, 10 വരെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങ് അടിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി ഇട്ട് അതും നന്നായിട്ട് മൂപ്പിച്ച്. അബ്ബിക്ക് വന്നിട്ട് ഇതൊക്കെ വന്നിട്ട് ഇങ്ങനെ മൂത്ത് കഴിയുമ്പോൾ പച്ചയ്ക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മെല്ലെ വന്ന് അതൊക്കെ കഴിച്ച് അങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുട്ടീസൊക്കെ വരുമ്പം പറഞ്ഞു വിടണ്ടായിരുന്നു, കാര്യം മുളക് വറുക്കണേൻ്റെ ഇതായിരുന്നു വന്നിട്ടുന്നത്. അതൊന്ന് തണുത്ത് മസാല ഒന്ന് തണുത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് പുട്ടിന് നനച്ച് വയ്ക്കാം. പുട്ടിന് പൊടി എന്തോരാണോ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് അത്രയും അളവിൽ തന്നെ ഞാൻ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുതിർക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഡി ആയിക്കോളും. അങ്ങനെ വന്നിട്ട് അത് മാറ്റി വെച്ചിട്ട് നമ്മുടെ മസാല വന്നിട്ട് അരച്ചെടുക്കണം, നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അങ്ങനെ മസാല വന്നിട്ട് ഞാൻ ജാറിലേക്ക് ഇട്ട്, ഇത് നമ്മുടെ തേങ്ങ ഞാൻ കൊത്തിയെടുത്തിട്ട് ചതച്ചെടുക്കാറ് പെട്ടെന്ന് ചിരണ്ടാനുള്ള മടി കൊണ്ട്. സോ അതേ ജാറിലേക്ക് തന്നെ ഞാൻ നമ്മുടെ മസാല വന്നിട്ട് അങ്ങനെ തൂത്തെടുത്തിരുന്നു. മസാല കുറച്ച് കുറവായിരുന്നു, കുറച്ചുകൂടെ ആക്കണമായിരുന്നു. അപ്പോഴേട്ട് വന്നിട്ട് കറി ഒരിക്കലും തിക്കായിട്ട് ഇഷ്ടമല്ല. അപ്പോഴേട്ടിന് കുറച്ച് ലൂസായിട്ടുള്ള കറിയാണ് ഈവൻ എന്ത് കറിയാണെങ്കിലും ഇഷ്ടം. പിന്നെ വന്നിട്ട് നമ്മുടെ കടല വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് വീണ്ടും ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്യാസ്. അതിലേക്ക് ഞാൻ നമ്മുടെ അരച്ച് വെച്ച മസാല വന്നിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതും ആഡ് ചെയ്ത് കൊടുത്ത് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് അതിനും ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി അതൊന്ന് കുറുകാൻ വെക്കണം. പക്ഷേ നല്ല രീതിയിൽ തിക്കായിട്ടുണ്ടായിരുന്നില്ലേ കറി. പിന്നെ ഒരു പാനിലേക്ക് വന്നിട്ട് കടുക് താളിക്കുക. കടുകിന് വേണ്ടിയിട്ട് കടുക്, ചെറിയ ഉള്ളി, അതേപോലെ തന്നെ അതിലേക്ക് ഞാൻ കറിവേപ്പില ഇല്ലായിരുന്നു, അത് ഭയങ്കര ഒരു കുറവ് തന്നെയായിരുന്നു. നമ്മുടെ വറുത്ത മുളകും കൂടി ഇട്ട് കുക്കറിലേക്ക് വന്നിട്ട് തട്ടി വീണ്ടും അതൊന്ന് തിളയായപ്പോഴത്തേക്ക് അത് ഓഫ് ചെയ്ത് വെച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ പുട്ട് വന്നിട്ട് വെക്കാൻ വേണ്ടി അപ്പോട്ടം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോട്ടിന് വിശക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അപ്പോട്ടിനുള്ള പുട്ടും പെട്ടെന്ന് വെച്ച് കറിയും വന്നിട്ട് ഒന്നാക്കി എടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അബി കറി ടേസ്റ്റ് ചെയ്യാൻ വന്നായിരുന്നു. അബിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. അങ്ങനെ അബി കറിയൊക്കെ ടേസ്റ്റ് ചെയ്ത് പിന്നെ വന്നിട്ട് പുട്ടായപ്പോഴത്തേക്ക് ഞാൻ കുഞ്ഞിക്ക് സമയമായി. അവൾക്ക് ഓൾറെഡി അമ്മമ്മ ഒന്നും പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യം ഞാൻ അവൾക്കും അപ്പോട്ടിനും കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ ഞാനായിരുന്നു ഫസ്റ്റ്. എപ്പോഴും നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ, കുഞ്ഞിൻ്റെ കാര്യം കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ വന്നിട്ട് ആദ്യം എടുത്ത പുട്ട് ഞാൻ ഡിവൈഡ് ചെയ്തിട്ട് കുഞ്ഞിക്കും അപ്പോട്ടിനും കൂടെ എടുക്കുന്നുണ്ട്. കുഞ്ഞിക്ക് വന്നിട്ട് കറി പറ്റില്ല, ഇത് വന്നിട്ട് കുറച്ച് മസാല, ഇത് നല്ല എരിവുണ്ടായിരുന്നു, എനിക്ക് എരിഞ്ഞിട്ട് പാടുണ്ടായിരുന്നില്ല. സോ കട്ട് ചെയ്ത് ഞാനൊരു പാത്രത്തിലേക്ക് അവൾക്ക് കുറച്ച് പോർഷൻ മാറ്റിയിട്ട് ഞാൻ അവൾക്കും തനിയെ എടുത്ത് വെച്ചു, അപ്പോട്ടിനും തനിയെ എടുത്ത് വെച്ചിട്ട് അടുത്ത് വന്നിട്ട് ഫില്ല് ചെയ്ത് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. കാര്യം അതാകുമ്പോഴത്തേക്കും ആക്കണമല്ലോ, അടുത്തത് വരുന്നല്ലോ കഴിക്കുമ്പോഴത്തേക്കിനും. പിന്നെ കുറച്ച് പാലും അതിലേക്ക് ഒഴിച്ചു, പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച് പിന്നെ
കഴിക്കാൻ വേണ്ടി എടുക്കാൻ വേണ്ടി. അപ്പോൾ വന്നിട്ട് അവർ രണ്ടും കൂടെ നല്ല ഫൈറ്റായിരുന്നു. കുട്ടീസൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പുവേട്ടനുള്ള കറിയും കൂടെ അതിലേക്ക് തന്നെ ഒഴിച്ച്. കറി കണ്ടാലറിയാം നല്ല ലൂസായിപ്പോയി. കുറച്ചുകൂടെ ആവാമായിരുന്നു മസാല. ഞാൻ പിന്നെ ശരി ഒരു നേരത്തേക്കും മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഫ്ലേവർ അടിപൊളിയായിരുന്നു. വറുത്തരച്ചതായതുകൊണ്ട് പിന്നെ പറയണ്ടല്ലോ. നല്ല അടിപൊളി ഫ്ലേവറായിരുന്നു. പിന്നെ അപ്പുവേട്ടനും കറിയും പുട്ടും കൂടെ ഒക്കെ എടുത്തിട്ട് ഞാൻ 2 പേർക്കും കൊടുക്കാനായിട്ട് നേരെ പോയി. വീണ്ടും അടുത്തത് റീഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞിക്ക് ഫുഡ് കൊടുക്കുന്ന ടാസ്ക്കാണ്. എനിക്കും ഗ്യാസ് കയറി തുടങ്ങി, എനിക്കും വിശന്ന് തുടങ്ങി. എനിക്ക് പെട്ടെന്ന് പരിപാടി തീർക്കണം. പിന്നെ അവൾക്കിപ്പോൾ റൊട്ടീനാണ്. ഫുഡ് കൊടുക്കാൻ നേരത്ത് കാർട്ടൂൺ കാണിക്കാതെ എനിക്ക് വേറെ വഴിയില്ല. കാര്യം ആവശ്യത്തിൽ കൂടുതൽ ടയേർഡായിട്ടിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം ഫുഡ് കഴിക്കുമ്പോൾ കൂടെ എനിക്ക് ഓടി നടക്കാനും പിന്നെ 1 മണിക്കൂർ കൊടുക്കേണ്ട സാധനം 2, 2.5 മണിക്കൂറോട് കൊടുക്കേണ്ടി വരും. ഫുള്ള് കഴിക്കത്തുമില്ല. ഇതാണെങ്കിൽ സേഫാണ്. സ്ക്രീൻ ടൈം കുറയ്ക്കണം അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പറയും. പക്ഷേ ഈ സിറ്റുവേഷനിൽ അമ്മമാർക്ക് വേണ്ടിയിട്ട് അറിയാൻ പറ്റും. സോ അവൾ ഇത് കാർട്ടൂൺ ആ ഒരു ടൈമിൽ അവൾക്ക് കറക്റ്റാണ്. എനിക്കും വന്നിട്ട് വെറുതെ വന്നിട്ട് എനിക്ക് വയ്യ കിടന്നോടാൻ. അല്ലാതെ അപ്പോൾ വന്നിട്ട് അവൾക്ക് അങ്ങനെ കൊടുക്കാറില്ല. ഈ സമയത്ത് ഫോൺ കൊടുത്തിട്ടാകുമ്പോൾ അവൾ വന്നിട്ട് ഫുള്ള് പെട്ടെന്ന് തന്നെ നമ്മൾ കഴിച്ചോളും. നല്ലതല്ലെന്നറിയാം. പിന്നെ വന്നിട്ട് അപ്പുവേട്ടനും വന്നിട്ട് എനിക്ക് ഇടയ്ക്കിരുന്ന് വാരി തരുന്നുണ്ടായിരുന്നു. പിന്നെ അപ്പുവേട്ടൻ എന്തിനാ വെറുതെ ഒരു പാത്രം എടുത്ത് അത് കഴുകാൻ നിൽക്കണേ. അതുകൊണ്ട് ഞാൻ അപ്പുവേട്ടൻ്റെ കൂടെ തന്നെ വന്നിട്ട് കഴിക്കുമായിരുന്നു. അപ്പുവേട്ടൻ എനിക്ക് വായ വെച്ച് തരുമ്പം എൻ്റെ ലിപ്പിലൊക്കെ ആയിട്ട് നല്ല എരിയായിരുന്നു. ഞാൻ വയ്ക്കുമ്പം ഞാൻ വായിൻ്റെ ഉള്ളിലേക്ക് വെക്കണോണ്ട് എനിക്ക് പിന്നെ ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ഫുൾ അവിടെ നീറുന്നെന്നൊക്കെ ഞാൻ അപ്പുവേട്ടനോട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഭയങ്കരമായിട്ട് നീറിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മെല്ലെ കഴിക്കാൻ തുടങ്ങി. പിന്നെ കുഞ്ഞി അപ്പോഴത്തേക്ക് അവിടെ എന്തൊക്കെയോ കാണിക്കണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് അവിടെ നിന്ന് തലകുത്തി താഴെ പോകാൻ പോയി എൻ്റെ കയ്യിൽ വന്നിട്ട് ഞാൻ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾ കാർട്ടൂൺ കണ്ട് മടുത്തും തുടങ്ങി. ഫുഡ് കഴിക്കണ നേരത്ത് അത് കഴിഞ്ഞാൽ പിന്നെ അതിൽ നേരെ ഇരിക്കില്ല, എഴുന്നേറ്റ് പോകണം, അതിനുള്ള പരിപാടിയായിരുന്നു. പിന്നെ ഞാൻ കുഞ്ഞിനെ കൊണ്ട് വായൊക്കെ കഴിക്കാൻ പറ്റും. വാഷ് ബേസിനെ കൊണ്ട് അവിടെ നിർത്താൻ പറ്റില്ല. ഇവിടെ ആണെങ്കിൽ സേഫാണ്, അവളെ നിർത്തിക്കൊണ്ട് ചെയ്യാം. ഇതൊക്കെ എൻ്റെ കണ്ണവിടെ ഒടിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഒന്നും നടന്നില്ല. പിന്നെ കുറച്ച് വെള്ളം കൊടുത്തിട്ട് അപ്പുവേട്ടൻ്റെ അടുത്ത് അവളെ ഡ്രസ്സ് മാറാൻ കൊടുത്തിട്ട് ഞാനും ഒരു പാൻറ് എടുത്തിട്ടിട്ട് അപ്പുവേട്ടന് ഫിഷ് ഫ്രൈ കഴിക്കണമെന്ന്, പുട്ടും ഇത് കടലയും കഴിച്ചപ്പോൾ ഒരു നൊസ്റ്റാൾജിയ, എനിക്ക് ഫിഷ് ഫ്രൈ കഴിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ സന്ധ്യ ആയപ്പോൾ ഞങ്ങൾ, സന്ധ്യയല്ല 8:30 ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഫിഷ് ഫ്രൈ വാങ്ങാനായിട്ട് ഇറങ്ങി ഗൈസ്. ഇവിടെ അടുത്ത് വന്നിട്ടൊരു ഫിഷ് കടയുണ്ട്. ഞാൻ വന്നപ്പോൾ തൊട്ട് അവിടെ നിന്നാണ് കഴിക്കുന്നത്. അതും ഒരു സാധനം ഞാനാകെ കഴിക്കുകയുള്ളൂ, നെമ്മീൻ വാല്. നെമ്മീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നെമ്മീനെന്ന് പറയണം നമ്മുടെ നാട്ടിലെ കൂരിവാളെന്ന് പറയില്ലേ, വാള, ഈ കനാലല്ല തോട്ടിന്നൊക്കെ പിടിക്കണ, കായൽ തോട്ടിന്നൊക്കെ പിടിക്കുന്ന വാളയില്ലേ, അതിൻ്റെ വാലുണ്ട്. ഇത് നടുക്ക് ഇങ്ങനെ പിളർന്നിട്ട് വറുക്കുന്നത്. അതും അതിൻ്റെ ചില്ലിയുണ്ട്. അതിൻ്റെ മുകളിലെ പീസ് മാത്രം എടുത്ത് ചില്ലി ഉണ്ടാക്കും. ഇതാണ് ഞാൻ ആകെ കഴിക്കുന്നത്. ഇന്നുവരെ ഞാൻ ഇവിടുന്ന് ഫിഷ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒറ്റ ഒരു ഫിഷ്, അത് ഈ ഒരു കടയിലെ ഫിഷ്, ആ ഒരു മസാല ഫിഷ് മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ. അങ്ങനെ വന്നിട്ട് നേരെ ഞങ്ങൾ പോയി. ഈ ഒരു ചേച്ചിൻ്റെ ബൈക്കിൻ്റെ അവിടെ ആ പുള്ളിക്കാരുടെ ചുരിദാർ കൊണ്ട് ഇങ്ങനെ നമ്പർ പ്ലേറ്റ് മറഞ്ഞു കിടക്കിയിരുന്നു. ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ചേച്ചിയുടെ മുട്ടി തീ പിടിച്ച പോലെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ചെന്ന് ബില്ലൊക്കെ പേ ചെയ്ത് ഞാനൊരു ചേട്ടൻ്റെ കാലൊക്കെ ചവിട്ടി ഒടിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവിടെ ഞങ്ങൾ ഇറങ്ങി തിരിച്ചു പോന്നു. അവിടെ പിന്നെ ഒരു അടിയുടെ ചാൻസ് ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. 2 പേര് ഡ്രിങ്ക്സ് കഴിച്ചു വന്നിട്ട് കടേൻ്റെ ഉള്ളിൽ കയറി ഇരുന്ന് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് അവരെന്തോ കശുവശൊക്കെ ആയിരുന്നു. അപ്പനും മോളും അങ്ങ് മാറി നിന്ന്, എപ്പോഴും ഉള്ളതാണ്, പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പുള്ളിക്ക് മേപ്പേ ഇരിക്കണം, കീഴെന്ന് ഇരിക്കാൻ പറ്റിയല്ല. പിന്നെ വന്നിട്ട് അപ്പുവേട്ടനി പാറയുടെ ഒരു നടുക്കത്തെ പീസ്, പിന്നെ വന്നിട്ട് ചില്ലി, ഇത് തല, ഒരു മീനിൻ്റെ എല്ലാ പോർഷനും ഉണ്ട്, വാലും തലയും സെൻറ്റർ പോർഷനും ഒക്കെ ആയിട്ട് എല്ലാം ഉണ്ട്. പിന്നെ ഞാനും അപ്പുവേട്ടനും കൂടെ അത് കഴിച്ചിട്ട് അങ്ങ് റെസ്റ്റ് ചെയ്യായിരുന്നു ഗൈസ്. കുറച്ച് മുമ്പ് കഴിച്ച സാധനം ദഹിച്ചിട്ടാണോ എന്നറിയില്ല. ഇത് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുമായിരുന്നു. അതിൻ്റെ മസാലയുടെ മണം അത്ര അടിപൊളിയാണ്. നാട്ടിൽ വെച്ചൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല, ഇവിടെ കിട്ടുന്നതിൽ ബെറ്റർ. പക്ഷേ ഈ മസാല ഒരിക്കലും നാട്ടിൽ കിട്ടില്ല. മസാല അടിപൊളിയാണ്. പിന്നെ അത് 2 പീസ് എടുത്ത് വായി വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഡാൻസൊക്കെ വന്ന് അത്ര ഇഷ്ടപ്പെട്ടിട്ട് മെല്ലെ ഒന്ന് ഇളക്കിയിട്ടൊക്കെ അങ്ങനെ അടുത്ത പീസ് കഴിക്കുമ്പോഴത്തേക്ക് അപ്പുവേട്ടൻ വാ വന്നിരിക്കുകയെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ഞാൻ അവിടെ നിന്നുകൊണ്ട് തന്നെ ബാക്കി തീർക്കുമെന്ന് അപ്പുവേട്ടനെ അറിയാം. പിന്നെ ഞാൻ അപ്പുവേട്ടനെ കൂടെ പോയിരുന്നു, ഫുഡൊക്കെ കഴിച്ച് പിന്നെ അതൊക്കെ വാഷ് ചെയ്തൊക്കെ വെച്ച് വന്നപ്പോൾ വീണ്ടും കല്ല് മസിൽ കയറി. പിന്നെ അപ്പുവേട്ടൻ എനിക്ക് കാലൊക്കെ കുറച്ച് നേരം ഞെക്കി തന്ന് ഞാൻ അവിടെ കിടന്നുറങ്ങിപ്പോയി. അത്ര ടയേർഡായിരുന്നു. ഈ മൂഡ് തോന്നുമ്പോഴാണ് ഞാൻ വ്ലോഗ് എടുക്കാറ്. ഇനി ഒരു മൂഡ് തോന്നുമ്പോൾ വ്ലോഗ് എടുത്തിട്ട് വരാം ഗൈസ്.